എറണാകുളത്ത് റെയിൽവേ ജീവനക്കാരുടെ പ്രതിഷേധം. എറണാകുളം, ഇരുമ്പനം എന്നിവിടങ്ങളിലായി പുതിയ റെയിൽവേ ക്വാർട്ടേഴ്സ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. പകരം സംവിധാനം ഏർപ്പെടുത്താതെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സ് പൊളിച്ചു നീക്കാനായിരുന്നു റെയിൽവേ അധികൃതരുടെ നടപടി. ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ 65 കുടുംബങ്ങൾ താമസിക്കുന്ന നിലവിലെ ക്വാർട്ടേഴ്സുകൾ പഴക്കവും ജീർണാവസ്ഥയും മൂലം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത്. ഈ മാസം 31-ന് ഒഴിയണമെന്നാണ് നോട്ടീസ്. എന്നാൽ ഈ കുടുംബങ്ങൾക്ക് താമസത്തിനായി മറ്റ് സംവിധാനം ഒരുക്കി നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ, സ്റ്റേഷൻ മാസ്റ്റർ അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ 31-ാം തീയതി ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് അവർ പറയുന്നത്. അത് പക്ഷേ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം പകരം കിട്ടാതെ അവർക്ക് പോകാൻ പറ്റില്ല. റോഡ് സൈഡിലൊന്നും പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. ജീവനക്കാരുടെ താമസ സൗകര്യത്തിനായി 2025-ൽ പണി പൂർത്തിയാക്കേണ്ട കെട്ടിടം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. 20 ക്വാർട്ടേഴ്സ് മാത്രമാണ് ഈ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 40ആയി ഉയർത്തണമെന്നും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നു. ഈ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാത്ത കാരണമാണ് കംപ്ലീറ്റ് ഇത് ഈ ഡെമോളിഷൻ ആകുമ്പോൾ. ഇതിന് മുമ്പിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് അക്കൗണ്ടബിലിറ്റിയും പിന്നെ ഫൈനാൻഷ്യൽ ഇയർലി പാസ്സാവും. ഇത് ചെയ്യാത്ത കാരണമാണ് ഈ റെയിൽവേ കോൾ ടോട്ടലി ടിംഗ്ലറ്റായി. ഇരുമ്പനത്ത് അടുത്തിടെ ജീർണിച്ച നിലയിലായിരുന്ന റെയിൽവേ കെട്ടിടം തകർന്നു വീണിരുന്നു. സമാനമായ സാഹചര്യമാണ് സൗത്ത് റെയിൽവേ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾക്കും. ക്വാർട്ടേഴ്സിൽ കൃത്യമായ വേസ്റ്റ് മാനേജിംഗ് സംവിധാനം ഇല്ലാത്തതും കാട് മൂടിക്കിടക്കുന്നതും താമസക്കാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന് റെയിൽവേ അധികൃതർ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.